ഡേവിഡ്, പുറത്തിറങ്ങി വാ. നീ അയച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ചത്തും മലന്ന് അവിടെ കിടപ്പുണ്ട്. പോയി നുള്ളിപ്പറക്കി എടുക്ക്. ഓ ക്രിസ്റ്റി, ഇത് വന്നോ? നിന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഞാൻ. എന്നെ പ്രതീക്ഷ അകത്തേറി ഒളിച്ചിരിക്കുമായിരുന്നോ നീ? അല്ല, നിന്നോട് ഏറ്റുമുട്ടാൻ തയ്യാറായിരിക്കുകയായിരുന്നു ഞാൻ. നിന്ന് വാചകടിക്കാതെ സൂസൻ എവിടെയെന്ന് പറ ഡേവിഡ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തന്തയ്ക്ക് മോനും തന്നതൊന്നും മറന്നിട്ടില്ലല്ലോ. അന്ന് ഞാൻ ബാക്കി വെച്ചിട്ട് പോയി എച്ചിലോടാ നിന്റെ ഈ നിപ്പ്. മര്യാദയ്ക്ക് സൂസൻ എവിടെ നിന്ന് പറ. ഇനി സൂസനെ നീ കാണില്ല. സൂസൻ എൻ്റെ കൂടെ ജീവിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്നെ ജയിച്ചിട്ട് വന്നാൽ അവൾ എൻ്റെ കൂടെ പൊറുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡേവി, സൂസൻ ഒറ്റ പീസ്. അത് ഈ ക്രിസ്റ്റിക്കുള്ളതാ. എങ്ങനെ? ക്രിസ്റ്റിക്ക് നീ ഈ ലോകത്ത് എന്ത് വേണോ എടുത്തോ, പക്ഷേ സൂസൻ അത് ഞാൻ സമ്മതിക്കില്ല. അവൾ എന്നെ ജയിച്ചിട്ട് വരെ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ നിനക്ക് മനസ്സിലാക്കിക്കൂടെ അവൾ നിനക്കുള്ള അന്ത്യം കുറിച്ചതാന്ന്. അവൾ നിന്നെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടതാടാം, ചാവാൻ വേണ്ടി. അവളെ സ്വന്തമാക്കുന്ന പോയിട്ട് ഓർക്കാൻ പോലും നിന്നെ ഞാൻ സമ്മതിക്കില്ലടാം നായേ. അവളെ നിനക്ക് വേണമല്ലേ? ചാവട പട്ടി. അവൾ എൻ്റെ മാത്രം. കൈ എന്താണെന്ന് വെച്ചാൽ പാക്ക് ചെയ്തോ, നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഡേവി ക്രിസ്റ്റി കാണാൻ പോയി തിരിച്ചു വരുന്ന എനിക്കൊരു പ്രതീക്ഷയില്ല. അവനെ പോലെ നമ്മളും ബുദ്ധിമോശം കാണിക്കരുത്. പ്ലീസ് പെട്ടെന്ന് വാ, നമുക്കും പോവാം. അവിടെ നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ? സാറി, പെൺകുട്ടി എന്ത് ചെയ്യാനാ? എവിടെയെങ്കിലും ഇട്ടിട്ട് പോകാനോ അതോ ക്രിസ്റ്റി ഏൽപ്പിക്കാനോ? എന്താ ചെയ്യണ്ടേ? എൻ്റെ ഡേവി എന്തെങ്കിലും തിരിച്ചു വരില്ല. അത് മനഃപൂർവ്വം അവൻ തേടിപ്പോയത്. ഒരു കാര്യം ചെയ്യും, കസരിൽ കെട്ടിയിട്ട് ചുറ്റും കുറേ ബോംബ് വെച്ചിട്ട് നമുക്ക് പോവാം. ക്രിസ്റ്റി വരുമ്പോൾ ചാരം മാത്രം കണ്ടാൽ മതി. അതാ നമ്മൾ കൊടുക്കുന്ന ശിക്ഷ അവന്. എത്രയും പെട്ടെന്ന് നമുക്ക് പോവാം. ഓക്കെ സാർ, ഞാനെല്ലാം സെറ്റാക്കിയിട്ട് വരാം. ജസ്റ്റ് മിനിറ്റ്. സൂസൻ, നീ എവിടെ കൊണ്ടാ നിന്നെ ഒളിപ്പിച്ച് വെച്ചിരിക്കണം? ക്രിസ്റ്റി, ഞാൻ നിന്നെ കാണില്ല. ഞാൻ മരിക്കാൻ പോവാടാ. എൻ്റെ ചുറ്റും ബോംബുണ്ട്. സൂസൻ, നീ അകത്തുണ്ടോ? ക്രിസ്റ്റിയുടെ സൗണ്ടല്ലേ ഇത്? ക്രിസ്റ്റി, ഞാനുണ്ട്. നിന്റെ കൂടെ അകത്താരെങ്കിലും ഉണ്ടോന്ന്? ക്രിസ്റ്റി, അകത്തുനിന്ന് ലോക്ക. ഞാനിപ്പം മരിക്കും. എനിക്ക് ബോംബ് വെച്ചിട്ടുണ്ട് ക്രിസ്റ്റി. സൂസൻ, കരയരുത്. ഞാൻ പുറത്തുണ്ട്, പേടിക്കണ്ട. കരയരുത്. ഈ ഡോർ തുറക്കാൻ പറ്റുന്നില്ലല്ലോ. ഇത് അകത്തുനിന്ന് ലോക്കാണോ സൂസൻ? ഇതെങ്ങനെ ഞാനിപ്പോൾ തുറക്കാൻ? ചവിട്ടിട്ട് പൊട്ടുന്നുമില്ല. ഇരുമ്പ് കൊണ്ടാണോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? പുല്ല്. ഛേ, ക്രിസ്റ്റി കാമായിട്ട് ചിന്തിക്കും. ഇതെങ്ങനെ പൊട്ടിക്കുന്ന ചിന്തിക്ക്. കാമാവും. സൂസൻ, എന്നെ കൊണ്ടിത് തുറക്കാൻ പറ്റുന്നില്ല. ക്രിസ്റ്റി, അങ്ങനെ പറയല്ലേ. ഞാനിപ്പോൾ ബോംബ് പൊട്ടും ചായം പൊക്കോണ്ടിരിക്കുക. എനിക്ക് മരിക്കണ്ട ക്രിസ്റ്റി. എന്നെ ഒന്ന് രക്ഷിക്കും പ്ലീസ്. നീ കോപ്പയെ മാഫിയല്ലേ? പ്ലീസ് എന്നെ ഒന്ന് രക്ഷിക്കും പ്ലീസ്. സൂസു കരയില്. കർത്താവെ, തുറക്കാൻ പറ്റുന്നില്ലല്ലോ. ഇത് ടൈം പൊക്കോണ്ടിരിക്കുക ക്രിസ്റ്റി. ക്രിസ്റ്റി പ്ലീസ്. ക്രിസ്റ്റി, നമ്മുടെ കുഞ്ഞുങ്ങളായിട്ടൊക്കെ ജീവിക്കണ്ടേ? പ്ലീസ് തുറക്ക് പ്ലീസ്. നീ ശ്രമിക്കും പ്ലീസ് ക്രിസ്റ്റി പ്ലീസ്. സൂസൻ, ഇത് പറ്റുന്നില്ല. ഇതിൽ നമ്പർ ലോക്ക. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനും ഇവിടെ നിന്നോട് ഇരിക്കാം. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. ഈ ബോംബ് പൊട്ടി ഞാൻ മാത്രം മരിച്ചാൽ മതി. ഇവിടെ നിന്ന് പോ. ഇല്ല, ഞാൻ പോവില്ല. നിന്നെ ഒറ്റയ്ക്കാക്കി ഞാൻ പോവില്ല. ഞാൻ നിൻ്റെ കൂടെ വരും. പ്ലീസ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ കർത്താവേ. ക്രിസ്റ്റി, ഇവിടുന്ന് പോവാനാ പറഞ്ഞ. എന്ത് കോപ്പന നീ എന്നോട് മരിക്കുന്നത്? എന്നെ രക്ഷിക്കാൻ വൈകി എന്നോട് മരിക്കാൻ വേണ്ട. ഇറങ്ങി പോ ഇവിടുന്ന് പ്ലീസ്. പൊക്കോ പ്ലീസ്. ഇല്ല സൂസൻ, ഞാൻ നിൻ്റെ കൂടെ. എന്റെ കർത്താവേ, ഈ പന്നി എന്തിനാ ഞാൻ കണ്ടത്? ഇവനെ കണ്ടില്ലായിരുന്നു. ഇത് സെല്ലോ ടൈപ്പായിരുന്നോ? ഇത് മണ്ടനാ ഇത് കെട്ടിയ. മാറി നിൽക്കട തെണ്ടി. ഇവളി ഡോർ എങ്ങനെ തുറന്ന് അക്കത്തുന്ന നമ്പറല്ലേ? എന്റെ കൈ. സൂസൻ, മാറ്. മാറി നിൽക്കട ചറ്റേ മുന്നീന്ന്. എന്റെ മുന്നിൽ കണ്ടുപോകരുത്. നീ ഏത് കോപ്പിലെ മാഫിയാടാ? രക്ഷിക്കാനത് തെണ്ടി. സൂസൻ, നീ ഇങ്ങനെയൊന്നും പറയില്ല. ഞാൻ മൊത്തം വീക്കാം. ഒരുപാട് പേരെ അടിച്ചതാ. ഞാൻ ഡോർ തുറക്കാൻ ശ്രമിച്ചതാ. തുറക്കാൻ ശ്രമിച്ച പോലെ ഒരു ഡോറ് ചവിട്ടി പൊട്ടിക്കാനടുത്ത് നീ ഏത് കോപ്പിലെ മാഫിയാ? ഒലവലാതി. സൂസൻ പ്ലീസ്, നമ്മൾ രക്ഷപ്പെട്ടില്ലേ? പിന്നെ ഇനി എന്തിനാ അതിനെപ്പറ്റി തന്നെ പറയുന്ന? ബാ, നമുക്ക് വീട്ടിൽ പോവാം. ഒരല്പം ഉളുപ്പുണ്ടോടാ നിനക്ക്? പിന്നെ പട്ടി, ഞാൻ നിനക്ക് കിടന്ന് മരിച്ചിരുന്നെങ്കിലോ? നിനക്ക് ശരിക്കും എന്നെ ഇഷ്ടമാണോ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എല്ലാം ഓക്കെ അല്ലേ? ഇവിടെ പോയി കിടക്കുമായിരുന്നു കോപ്പെ. ഇത് ഡോർ തുറക്കാൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു. അതെങ്ങനെയാ ഇങ്ങോട്ട് കയറി വരാൻ പറ്റണ്ടേ? അതിനുവേണ്ടി ആൾക്കാരെ ഇറക്കി വിട്ടിരിക്കുകയല്ലേ പന്ന പട്ടികൾ. ശരീരമൊക്കെ വേദന എടുക്കുന്നു. എന്തോന്നിത്?
നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, രണ്ടാളും വാ, വീട്ടിൽ പോവാം. നീ അവിടെ പോയിട്ട് സംസാരിക്കാം. നീ പറഞ്ഞതാ ശരി, വീട്ടിൽ പോ. സൂസൻ വാ, നമുക്ക് വീട്ടിൽ പോവാം. വഴിന്ന് മാറി നിൽക്കട തേണ്ടി പട്ടിച്ചറ്റേ. കർത്താവേ, ഇവളൊന്നും മിണ്ടുന്നില്ലല്ലോ. ഇനി ഇവളെ പിണക്കം ഞാനങ്ങനെ തീർക്കും. സൂസൻ, നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഹോസ്പിറ്റലിലെങ്ങാനും പോണോ? നീ ഒരിടത്തും ഉണ്ടാക്കണ്ട, ഒന്ന് വീട്ടിലെത്തിച്ചാൽ മതി. പിന്നെ ആ തിരുവ ഒന്ന് അടച്ചു പോയി, എനിക്കിതിൻ്റെ സൗണ്ട് കേൾക്കണ്ട. എൻ്റെ കർത്താവേ, നീ അറിഞ്ഞു തന്നെ ഇവനിട്ട് കൊടുത്തത് ഇവളെ. വേറെ ആര് തപ്പിയാലും ഇതുപോലൊന്നും ഇവന് കിട്ടില്ല. നിനക്കത് തന്നെ വേണോടാ. എത്ര പെമ്പിളരെ ഞാൻ നിലനിൽക്കാൻ നോക്കിയപ്പോൾ നീ എൻ്റെ കഞ്ഞിൽ പാറ്റയായതാ. ജിമ്മി, നിൻ്റെ ആത്മകഥം എനിക്കിവിടെ കേൾക്കാം. വീട്ടിൽ വാ, തരാട്ടാ പട്ടി. ഞാൻ പറഞ്ഞത് ഉറക്കായിരുന്നു. മോളെ സൂസൻ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ? മമ്മി ആകെ ടെൻഷൻ അടിച്ചു. ക്രിസ്റ്റി കറക്റ്റ് സമയത്ത് വന്നില്ലേ? എൻ്റെ പൊന്നു മമ്മി, ഈ ക്രിസ്റ്റി വന്ന കാര്യം നിൻ്റെ അടുത്ത് ചോദിക്കരുത്. അല്ല, ഡാഡി എങ്ങനെയാ ഇങ്ങനത്തെ മണ്ണിനെ പിടിച്ച് മാഫിയയിൽ ചേർത്തത്? എനിക്കൊന്നും അറിഞ്ഞൂടെ. സൂസു, എൻ്റെ പേര് വിളിച്ചെൻ്റെ പറയാൻ അങ്ങനെ വന്ന ആ തോക്കെടുത്തതിനെ ഞാൻ കൊല്ലും, പൊക്കോൻ്റെ മുല്ല. ഈ രണ്ടെണ്ണവും ജിമ്മി ചായന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, ഞാൻ നിൽക്കുന്ന കണ്ടില്ലേ, എനിക്കൊരു കുഴപ്പമില്ല. എന്താ നിൻ്റെ മുഖം വല്ലാണ്ട്? മനെ, ജിമ്മി പോയി റെസ്റ്റ് എടുക്കുമ്പോൾ മറുവ എങ്ങനെ ഉണ്ടെങ്കിൽ പോയി മരുന്ന് വെക്ക്. ജുവൽ, ജിമ്മി കൊണ്ട് റൂമിലോട്ട് പോക്കുക, അവനൊന്ന് ശ്രദ്ധിക്കുക. ആ ശരി മമ്മി, ഞാൻ നോക്കാം. ജിമ്മിൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ല. ആ രണ്ടെണ്ണവും അടിവെച്ച് ചാവോ അതോ പരസ്പരം കെയർ ചെയ്യോ? എന്തായാലും നാളെ നോക്കാം. സൂസു, എന്താടി, ഒരു വലിയ പ്രശ്നം കഴിഞ്ഞ് വരുമ്പോൾ നീ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ക്രിസ്റ്റി, തമാശയല്ല. ഞാൻ എന്തോരം പേടിച്ചെന്നറിയാം. ഞാൻ ആദ്യമായിട്ട് ഇത്രയും. നീ കരയണോ? കരയില്ലടാ. മിണ്ടരുത് നീ. ഞാൻ എന്തോരം ടെൻഷൻ അടിച്ചെന്നറിയോ? ആ ഡേവിഡ് അവൻ എന്നെ നോക്കുന്ന ഓരോ നോട്ടത്തിലും ഞാൻ എന്തോരം. നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാനൊരു കാര്യം പറയാം, ഇതൊക്കെ വെച്ച് മതിയാക്കിയിട്ട് മതി ഇനി എന്നോടുള്ള കൂട്ട്. ഞാൻ ടെൻഷൻ അടിച്ചില്ലെന്നാണോ നീ പറയുന്നത്? ഞാൻ എൻ്റെ ജീവൻ കയ്യിൽ പിടിച്ചിട്ടാ ഓരോടത്തും ഓടി എത്തിയത്. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി നമ്മളിങ്ങനെ പേടിച്ച് ജീവിക്കുന്ന? ഇതൊക്കെ മതിയാക്കാം ക്രിസ്റ്റി. നമുക്ക് സമാധാനമുള്ളൊരു ജീവിതം, അതാ എനിക്ക് ആവശ്യം. ശരി, നീ വിഷമിക്കണ്ട. ഞാൻ നാളെ തന്നെ ഡാഡി എടുത്ത് സംസാരിക്കാം. ഇതൊക്കെ മതിയാക്കാം. നമുക്ക് എവിടെയെങ്കിലും പോവാം, പോരെ? നീ കണ്ണൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് ഉഷാറായി. എനിക്ക് ആ വായാടി പാറൂരിയെ ഇഷ്ടം. ഇതെന്താ? അയ്യേ, കൊള്ളില്ല. നീ ടൈം കിട്ടിയ അപ്പം കയറി കെട്ടിപ്പിടിക്കും. കൈയെടുക്കട പട്ടി, പോയിൻ്റെ മുന്നിൽ. ജിമിച്ചായനെ കുഴപ്പമൊന്നുമില്ലല്ലോ? എല്ലാം ഓക്കെ അല്ലേ? ആ ജുവൽ, എന്താ നിൻ്റെ പ്രശ്നം? ഞാൻ ഓക്കെ അല്ലേ? നീ കാണുന്നില്ലേ? എന്താ പറയ്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഏയ്, എനിക്കൊന്നുമില്ല. ജിമിച്ചായനെ കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തെങ്കിലും വേണോ? മെഡിസിൻ എന്തെങ്കിലും? ജുവൽ, എൻ്റെ മുഖത്തേക്ക് നോക്കൂ. ഞാൻ ഇന്നൊന്നല്ലേ നിന്നെയും ക്രിസ്റ്റിയും കാണാൻ തുടങ്ങിയത്. കാര്യം പറ. എന്ത് കാര്യം? എനിക്കൊന്നും പറയാനില്ല ജിമിച്ചായ. എടി പൊട്ടിക്കളി, നീ കള്ളം പറഞ്ഞാൽ എനിക്കപ്പം മനസ്സിലാവും. പിന്നെ എന്തിനാ അതിനുവേണ്ടി ശ്രമിക്കുന്ന? കാര്യം പറ, എന്താ പ്രശ്നം? നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ജിമിച്ച, അത് എനിക്ക് പേടിയാ ജിമിച്ച. പേടിയോ? എന്തിന്? എന്താ കാര്യം? നീ ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാണല്ലോ. എന്തു പറ്റി? പറ ജോലി, എന്താ പ്രശ്നം? എന്താ കാര്യം? നീ പറ. ആരെങ്കിലും എന്തെങ്കിലും? അല്ല, ഇന്ന് ചേച്ചിയെ തട്ടിക്കൊണ്ട് പോയതുപോലെ നാളെ. ഏയ്, നീ കരയാണോ? എന്താടി, എന്നെയും കൂടെ കരയിപ്പിക്കുമെന്ന്? ഒന്നുമില്ല, ആർക്കും ഒന്നും പറ്റില്ല. നിനക്കാക്കാൻ ഞാനില്ലേ? നിനക്ക് എന്നെ വിശ്വാസമില്ലേ? അതല്ല ജിമിച്ചായ, നമ്മൾ എത്ര നാളിങ്ങനെ ജീവിക്കും? എനിക്ക് മടുത്തു. ഇങ്ങനെ മരണം മുന്നിൽ കണ്ട് ജീവിക്കാൻ എനിക്ക് വയ്യ ജിമിച്ചായ. ഡാഡി ഒറ്റയ്ക്കാക്കി ഞാനിങ്ങനെ നിന്നെയും കൊണ്ട്. ഡാഡി ഞങ്ങളെ വിശ്വസിക്കുമ്പോൾ ഞങ്ങളങ്ങനെ. ശരി, നീ വിഷമിക്കേണ്ട. നമുക്ക് ഇതിനെപ്പറ്റി നാളെ സംസാരിക്കാം, പോരെ? ഈ കാര്യം പറയാനാണോ നീ ഇത്രയും പേടിച്ച് നിന്നത്? നിനക്കെന്തും എന്നോട് തുറന്നു പറയാനുള്ള സൗകര്യം ഞാൻ തന്നിട്ടില്ലേ? പിന്നെന്താടാ? അതുകൊണ്ടല്ല ജിമിച്ച, എനിക്ക് ജിമിച്ചായനെ നഷ്ടപ്പെടാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അതൊക്കെ ഞാൻ നാളെ പറഞ്ഞ് സെറ്റാക്കാം. നമുക്കിതൊക്കെ നിർത്തി എങ്ങോട്ടെങ്കിലും പോയി സമാധാനമായിട്ട് ജീവിക്കാം. പക്ഷേ അതിനു മുന്നേ ഒരു കാര്യം നീ ചെയ്യണം. എന്താ? എന്ത് കാര്യം ഞാൻ ചെയ്യണം? ഇന്നലെ ക്രിസ്റ്റിയുടെ റൂമിൽ നിന്ന് സൗണ്ട് കാരണം എനിക്ക് അങ്ങോട്ട് ഉറങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് നമുക്ക് അവരെ ശല്യം ചെയ്യാം. ശല്യം ചെയ്യുന്നു? എങ്ങനെ? ഇതാ ഇങ്ങനെ. ജിമിച്ചായ, എന്താ ഇത്? ജിമിച്ചായ, അതോ ആരോ സൗണ്ട് കേൾക്കുന്നു?
ഞാനൊന്ന് പോയി നോക്കട്ടെ. നീ നോക്കണ്ട, ഡോർ ഞാൻ ലോക്ക് ചെയ്തു. ചിമ്മിച്ചായ ഇന്നെൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട മോളെ, ഞാൻ ഫുൾ മൂഡില്ല. അതുകൊണ്ട് എൻ്റെ പൂച്ചക്കുട്ടി ഇങ്ങോട്ട് വന്നേ. ചിമ്മിച്ചായ അത് സാഗസത്ത് കാട്ട് സിത്ത് പോഹമാട്ട്. മോഹം ചെറിയൊരു സ്ക്രാച്ച് ആയതുകൊണ്ട് എൻ്റെ ഭാഗ്യം. വലിയ എങ്ങനെ മുറിവായിരുന്നെങ്കിലോ എനിക്ക് വയ്യ. നീ ഇതിനെ ഒറ്റയ്ക്ക് മരുന്നിടുന്ന ഇങ്ങത്താ, ഞാൻ ഇട്ടുതരാം ഓയിൽമെൻറ്റ്. അതിൻ്റെ ആവശ്യമില്ല, ഞാൻ ഇട്ടാൽ മതിയായിരുന്നു. സാരമല്ല, ഞാൻ ഇട്ടുതരാം. ഇവനെന്തിനാ ഇങ്ങനെ നോക്കുന്ന? അതിന് മാത്രം മുറിവിലൊന്നും ഇല്ലല്ലോ. ക്രിസ്റ്റി, നീ എന്താ ഇങ്ങനെ ആദ്യമായിട്ട് കാണും പോലെ? എനിക്കിതിനെ എപ്പോൾ കണ്ടാലും ഞാൻ ആദ്യമായിട്ട് കാണുന്ന പോലെ ഫീൽ ആവുന്ന. ഇന്നത് മതി, പോയിക്കൊണ്ടിരിക്കാം. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. നിക്കടി, ഇത് കൊണ്ടൊന്നും എനിക്ക് മതിയാവില്ലെങ്കിലോ? പിന്നെ ഒന്ന് പോയേ. അങ്ങനെ പോകാൻ ഉദ്ദേശമില്ലെങ്കിലോ? അതിന് നീ ഇതിന് ഡ്രസ്സൊക്കെ മാറുന്നേ. പിന്നെ രാത്രി ആരെങ്കിലും കോട്ടൺ സൂട്ടൊക്കെ ഇട്ട് ഉറങ്ങും? ക്രിസ്റ്റി, എന്താ പറ, എന്തിനാ എൻ്റെ പേര് വിളിച്ചത്? ഒന്നുമില്ല. നീ ഇങ്ങനെ ഷർട്ട് ഊരുന്ന വെറുതെ. ക്രിസ്റ്റി മാറ്. கொஞ்ச நேரம் என்ன கொல்லையா ஐயா ஐயா கொஞ்ச நேரம் என்ன கொல்லையா. ഇച്ചായ, എല്ലാവരും വന്നിട്ടുണ്ട്. എന്തിനാ എല്ലാവരെയും വിളിപ്പിച്ചെന്ന് പറഞ്ഞില്ല? നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും വന്നിട്ടുണ്ടോ? ഡാഡി, ഞങ്ങളെല്ലാവരും എത്തിയിട്ടുണ്ട്. എന്താ കാര്യം? അത് ഞാൻ കുറച്ച് വർഷം മുമ്പ് ഒരു ഗ്രാമത്തിൽ കുറച്ച് സ്ഥലം വാങ്ങിച്ചു. അവിടെ വീട് പണിയൊക്കെ കഴിഞ്ഞു. ഞാൻ വിചാരിക്കുന്നു നമുക്കിതൊക്കെ നിർത്തിയിട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ആയാലോ എന്ന്. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഐ മീൻ, ഈ മാഫിയൊക്കെ സ്റ്റോപ്പാക്കിയിട്ട് കുറച്ച് പീസ്ഫുള്ളായിട്ട് ജീവിക്കാമെന്ന് കരുതി. നിങ്ങൾക്ക് അതിന് തയ്യാറാണോ? എങ്കിൽ ആ വീട്ടിലോട്ട് മാറാമെന്ന എൻ്റെയും ജീനിയുടെയും അഭിപ്രായം. നമുക്ക് എന്ത് തോന്നുന്നു അത് ഇപ്പോൾ പറയണം. ശരിക്കും ഈ കാര്യം ഞാൻ ഡാഡിയോട് പറയാനിരിക്കുകയായിരുന്നു. നമുക്കിതൊക്കെ നിർത്താൻ ഡാഡി. സമാധാനമായിട്ട് കുടുംബമായിട്ട് കുട്ടികളായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാം. ഞാൻ എന്തിനും ഡാഡിയുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് രണ്ടുപേർക്കും കുഴപ്പമില്ലെങ്കിൽ പിന്നെ എനിക്കെന്താ പ്രശ്നം? നിങ്ങൾ ഇന്ന് റെഡിയാണെങ്കിൽ ഇന്നലെ ഞാൻ റെഡിയാണ്. ഞാനും ജോലി എന്തായാലും അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവാൻ റെഡിയാണ്. കണ്ട ജോലി, നമ്മുടെ ഷോപ്പിങ്ങിൽ നമ്മുടെ ഭർത്താക്കന്മാർ ഫ്ലാറ്റ് ആയത്. പിന്നെ അവന്മാരൊരു അക്ഷരം ഡാഡി എടുത്ത് മിണ്ടിയില്ല. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞ ഇതൊക്കെ സംഘടിപ്പിച്ചെടുത്തത്, അല്ലാതെ അവന്മാരെ കൊണ്ട് ഒരു ഉപകാരമില്ല. അത് മമ്മി പറഞ്ഞാൽ ശരിയായിരിക്കും. ചേച്ചി, ഈ ചായമാരെ കൊണ്ട് ഒരു ഉപകാരമില്ലെന്ന് എനിക്ക് പണ്ടേ അറിയാം. അതുകൊണ്ട് ഈ ചേച്ചി പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നത്. ഇത് മമ്മി ചെയ്ത പണിയാണ്. പാല് വാങ്ങാൻ പോയെടുത്ത് ഫോൺ നമ്പർ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? എക്സ്ക്യൂസ് മീ, ഞാനേ കരോട്ടയാണ് കരോട്ട. നിൻ്റെ കളിയൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. അസ്ഥാനത്തിട്ട് ചവിടുന്നോടി. അത് നമ്മൾ ഡെയിലി കാണുന്ന ആൾക്കാരല്ലേ. അവൾ എന്നോട് ഫോൺ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു നമ്പർ പറയാം, അത്രയേ ഉള്ളൂ. നിങ്ങൾ കൂടുതൽ ന്യായമൊന്നും പറയണ്ട. കോഴിത്തരം അല്ലാതെന്തരം ഇപ്പം ചാവടം തന്നെ ഈ കാണല്ലോ. എൻ്റെ തലയിൽ കെട്ടി വെച്ചെന്ന ഡാഡി. എന്ത് കാര്യം? തനക്ക് ഇപ്പം ചത്ത വേണം മനുഷ്യ. എൻ്റെ കർത്താവേ, ഒന്ന് മനസ്സമാധാനം ഉറങ്ങാൻ പറ്റില്ല. എന്തോന്നാ ഇത്? നിനക്കൊക്കെ റൂമിനകത്ത് പോയി നടി വെച്ചൂടെ? കിച്ചണിൽ എന്തിനാ കിടന്ന് നടി വയ്ക്കുന്നത്? മോനെ ക്രിസ്റ്റി, ആ താഴെ കിടക്കണം ജീവനുണ്ടെന്ന് നോക്കിയേ. അനക്കമില്ലല്ലോ. കാറ്റ് പോയോ ഇനി? എനിക്കൊരു കുഴപ്പമില്ല മമ്മി. ഇനിയും ജീവിതം ബാക്കിയുണ്ട്. ലേശ ഉളുപ്പ്. ക്രിസ്റ്റി, എന്താടി, എന്താ കാര്യം പറ. ഇതിനകത്തുള്ള ക്രീം മൊത്തം നീ തോണ്ടിയിട്ട് ഇതാടാ. എടാ, ഇത് എത്ര രൂപയുടെ ക്രീം എന്നറിയോ? നിന്നോട് ആരാ എടുക്കാൻ പറഞ്ഞു? എടി, അത് മണം കണ്ടെടുത്തതാടി. തീന്നാ ഞാൻ വേറെ വാങ്ങിത്തരാം. ഇവിടെ പനപ്പട്ടി നിന്റെ താഴെ എടുക്കാൻ പറഞ്ഞു. എൻ്റെ കർത്താവേ, വല്ലതും എടുത്തു എല്ലാം ഇതാണല്ലോ. ജൂണേട്ടാ, എന്താ ജീനി, ഞാനിതൊക്കെ കാണുന്നുണ്ട്. ആ കേബിൾ കാണിട്ട് അടുത്ത മാസം കേബിൾ കട്ട് ചെയ്യാൻ പറയണം. എന്തിനാ വെറുതെ കേബിളിന് പൈസ കൊടുക്കുന്നത്? ഇവരെ ഈ പരമ്പര കണ്ടാൽ പോരെ നമുക്ക്? ജൂണേട്ടാ, അന്ന് ഞാൻ രാത്രി പറഞ്ഞതിൽ നിന്ന് ഖേദിക്കുന്നു. നമ്മളെല്ലാം മാറേണ്ട. ഇവന്മാരെ രണ്ടുപേരെയും മാറ്റിയാൽ മതിയായിരുന്നു.
നമുക്ക് തിരിച്ച് ആ വീട്ടിൽ തന്നെ പോവാം. ഇവന്മാർ ഇവിടെ കിടന്ന് ഭാര്യമാരെ അടികൊണ്ട് ചാവട്ടെ. ജോനേട്ടാ, നമുക്ക് ആ പഴയ വീട്ടിൽ പോകാം. എനിക്ക് സമാധാനമില്ല. ഞാനും അതിനെപ്പറ്റി ഇടയ്ക്കൊക്കെ ആലോചിക്കാറുണ്ട്. നോക്കാം. മമ്മി, ഡാഡി, ഞാൻ ഹോസ്പിറ്റലിൽ പോവാന്നേ. അല്ല മാഡം ഒന്നവിടെ നിന്നേ, ഒരു കാര്യം പറയാനുണ്ട്. എന്നത്തെ പോലെ ഇന്നും എന്തെങ്കിലും അടി ഉണ്ടാക്കി വെക്കരുത്. നീ ദിവസം ഉണ്ടാക്കി വയ്ക്കുന്ന അടി തീക്കാനാണ് ഇപ്പോൾ എനിക്ക് സമയമുള്ളൂ. എനിക്ക് ഓഫീസും കാര്യങ്ങളുണ്ട്. സൂസൻ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. ഇനി ഒരു പ്രശ്നം ഉണ്ടാവരുത്. അല്ലെങ്കിൽ ഞാനല്ലേ ഇപ്പോൾ എല്ലാവർക്കും തലവേദന. ഞാൻ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. പോരെ, ഞാൻ ഒന്നിനുമില്ല. ക്രിസ്റ്റി, നീ അവളോട് കുറച്ച് സോഫ്റ്റായിട്ട് സംസാരിക്കായിരുന്നു. നീ ദേഷ്യപ്പെടുമ്പോഴാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത്. നിനക്ക് സമാധാനമായിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. അതേപോലെ മോൾക്ക് നല്ല വിഷമമായെന്ന് തോന്നുന്നു. നീ സമാധാനമായിട്ട് റൂമിൽ വെച്ച് പറഞ്ഞാൽ മതിയായിരുന്നു. അവൾ നമ്മളെ കൊച്ചല്ലേടാ. അവൾക്ക് ഈയിടെ കുറച്ച് ദേഷ്യം കൂടുതലാണ്. പക്ഷേ അത് നമുക്ക് മാറ്റിയെടുക്കാം. മമ്മി, ഈ ചേച്ചി ഈയിടെയായിട്ട് ഒരുപാട് പ്രശ്നത്തിൽ ഇടപെടുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഇച്ചായനങ്ങനെ. ജോലി പറഞ്ഞ ശരിയാ. ഡെയിലി ഓരോ പ്രശ്നങ്ങളാണ്. കോടതിയും കേസോട്ട് എനിക്ക് വയ്യ. പണ്ട് ചോര കണ്ട പേടിക്കുന്നവളാണ്. ഇപ്പോൾ അവൾക്ക് അതൊന്നുമല്ല. അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അവളെന്തിനാ ഇത്രയും ദേഷ്യപ്പെടുന്നത് ഒക്കെ നോക്കണം. ഇവളെന്താ ഈ സമയത്ത് വിളിക്കുന്നത്? ഹലോ, നീ വീട്ടിലെത്തിയോ? ക്രിസ്റ്റി, ഞാൻ പോലീസ് സ്റ്റേഷനിലാണ്. എന്തോന്ന്? അത് ക്രിസ്റ്റി, ഞാൻ പെട്ടെന്നുള്ളൊരു കേസിൽ പോലീസ് സ്റ്റേഷനിലാണ്. നീ ഒന്ന് ഇവിടെ വരെ വരുമോ? എന്താ കാരണം? കുടിച്ചിട്ട് വണ്ടി ഓടിച്ചോ? ഇല്ല ക്രിസ്റ്റി. ട്രാഫിക് നിയമം വല്ല തെറ്റിച്ചോ? അതാണ്. അതല്ല ക്രിസ്റ്റി. പിന്നെന്താ? ലൈസൻസ് എടുത്തില്ലേ നീ ഇന്നും? ഞാനൊരാൾ ICUവിലാക്കി. ICUവിലോ? എന്താടി പാട്ടി നീ ഇങ്ങനെ? എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല സൂസൻ. ഹലോ ഹലോ ക്രിസ്റ്റി, നീ വരുമല്ലോ? ഓ പിന്നെന്താ, ഞാൻ വരുമല്ലോ. ഓ എവിടെ അവള്? സാർ, ഞാനാ ഫോൺ വിളിച്ച. ക്രിസ്റ്റി, സൂസൻ, എൻ്റെ തല പെരുക്ക. നിൻ്റെ തല എങ്ങനെയാണ് ICUവിലായത്? ഇങ്ങോട്ട് വാ, തുറക്കടാ ഇതിനാ. നിന്നെ ഞാൻ എന്നെ കൊല്ലു നീ. ക്രിസ്റ്റി പ്ലീസ്, എന്നൊന്നും പറയരുത്. അയാൾ എന്നെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ അറിയാണ്ട് പറ്റിപ്പോയതാ. എന്നെ ഇവിടെ നിന്ന് ഇറക്കും ക്രിസ്റ്റി, പ്ലീസ്. ഒത്തിരി കഷ്ടപ്പെട്ട പുറത്തിറക്കാൻ പറ്റിയത്. അത് മാത്രമല്ല, ICUലായവനെ വാർഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. കേസ് എടുത്തിട്ടുണ്ട്. പോക്സോ കേസ് എന്നാണ് തോന്നുന്നത്. അതങ്ങനെ ഒഴിഞ്ഞു. എവിടെ ഒഴിയാൻ? അടുത്തതായിട്ട് അവൾ വീണ്ടും വരില്ലേ? നീ ആരാ? ജാക്കിച്ചൻ്റെ പെങ്ങളോ അതോ ബ്രൂസ്ലിയുടെ കുഞ്ഞമ്മയോ? നിനക്കെന്താ ഞങ്ങൾ ആ സമയം ഒന്ന് വിളിച്ചാൽ? ഒരാളെ മുന്നിൽ ഉപദ്രവിക്കാനായിട്ട് നിൽക്കുമ്പോൾ ഫോൺ എടുത്ത് ആരെയും വിളിക്കാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയില്ല. സോറി. ഞാൻ ഇനി ആവർത്തിക്കില്ല. സൂസൻ മോളെ, എൻ്റെ കൂടെ ഒന്ന് വാ. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിൽക്ക്. ഞാൻ അവളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. വാ. ഡാഡിയിലെ വിളിക്കുന്നു. വാ. ഡാഡിക്ക് എന്താ എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ്? എന്താ കാര്യം? മോളെ, ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ തമ്മിൽ പരിചയമുള്ളെങ്കിലും എൻ്റെ ജുവലിനെ പോലെ തന്നെയാണ് നീ എനിക്ക്. നീ ഈയിടെയായിട്ട് കുറച്ച് വ്യത്യാസമായിട്ട് നമുക്ക് പെരുമാറുന്ന. എന്തുപറ്റി? എന്താടാ? ഹേയ്, എനിക്കെന്താ? എനിക്കങ്ങനെയൊന്നുമില്ല ഡാഡി. അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. എനിക്ക് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവർക്കും അത് മനസ്സിലായത്. കാര്യം പറ, എന്താ നിന്റെ പ്രശ്നം? എന്തു പറ്റിയടാ? ഡാഡി, അത് ഡേവിഡിനെ കാണാൻ വന്നിരുന്നു 2 മാസം മുമ്പ്. എന്നിട്ട് നീ ഈ കാര്യം ക്രിസ്റ്റിയോട് പറഞ്ഞോ? ഇല്ല, ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞാൽ ക്രിസ്റ്റി വീണ്ടും പഴയ പോലെ ആവുമെന്ന് എനിക്ക് പേടിയാ. ഡേവിഡ് ഞാനറിയാതെ എന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ പോകുന്നിടത്തൊക്കെ ഞാൻ അവനെ കാണാറുണ്ട്. പക്ഷെ എൻ്റെ അടുത്ത് സംസാരിക്കാറൊന്നുമില്ല. പക്ഷെ എന്നെ സീക്രട്ടായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. ശരി, മോള് പേടിക്കണ്ട. ഡാഡി ഈ കാര്യം ഹാൻഡിൽ ചെയ്തോളൂ. ഡാഡി, ക്രിസ്റ്റി ഇതറിഞ്ഞാൽ അവൻ വീണ്ടും. അതുകൊണ്ടാണ് ഞാൻ ആരോടും ഇത് പറയാത്ത. എനിക്ക് പേടിയാ. മോള് പേടിക്കണ്ട. ഞാനായിട്ട് ക്രിസ്റ്റിയോടൊന്നും പറയില്ല. ഡാഡി എന്താ ചെയ്യാൻ പോകുന്ന? ഡാഡിയുടെ കാര്യം എടുത്ത് മോള് ടെൻഷൻ അടിക്കണ്ട. ഡാഡിക്കൊന്നും പറ്റില്ല. പിന്നെ ഈ കാര്യം എടുത്ത് ഇനി ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ പോയി ക്രിസ്റ്റിയുടെ പണക്കം മാറ്റ്. ഇവൻ ഇതങ്ങോട്ടാ പോകുന്ന? കൂടെ പോയി സംസാരിച്ചാലോ? നീ നിന്നോട് ഒന്ന് വിളിച്ച് നിൽക്കുന്ന ക്രിസ്റ്റി മിണ്ടടാ. എന്നെ വെറുതെ ശല്യം ചെയ്യരുത്. ഇവനെന്താ ഈ പെണ്ണുങ്ങളെ പോലെ കാണിക്കുന്നത്? ക്രിസ്റ്റി അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നീ എത്ര തവണ എൻ്റെ അടുത്ത് പണങ്ങിയിരിക്കും? എനിക്ക് പറ്റില്ല നിന്നോട് പണങ്ങ. മിണ്ടടാ ക്രിസ്റ്റി, ഞാൻ പറയുന്ന കേക്ക്. മിണ്ടടാ. നോക്കൂ സൂസൻ, എനിക്ക് കുറച്ച് പണിയുണ്ട്. എന്നെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യരുത്. നീ എവിടെയെങ്കിലും ചെന്നിരിക്കുമ്പോൾ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്ന? ക്രിസ്റ്റി, ആഹാ, ഇപ്രാവശ്യത്തെ ക്രിസ്റ്റിയുടെ പണക്കം മാറ്റാൻ സൂസൻ നന്നായിട്ട് പാടുപെടുന്ന തോന്നുന്നു. പാവം കുട്ടി, കണ്ടിട്ട് തന്നെ പാവം തോന്നുന്നു. ഇവനെന്താ മിണ്ടിയാ? ആരാവളോ പാടുവിടാനോ അവൻ്റെ പിണക്കം നിൽക്കാനോ? അതൊക്കെ വെറുതെ. ഇന്ന് രാത്രി കുളിച്ച് 2 പിണക്കം മാറും. നീ നോക്കിക്കോ. നാളെ ആകുമ്പോൾ അടയും ചക്കരയും പോലും ഇങ്ങോട്ട് നടക്കുന്ന കാണാം. ക്രിസ്റ്റി,
ക്രിസ്റ്റി. ഇവളെ രണ്ടും കൽപ്പിച്ചാണല്ലോ. അങ്ങോട്ട് നോക്കരുത് ക്രിസ്റ്റി, നിന്നെ വശീകരിക്കാനാണ്. ഈ ചക്ക നോക്കുന്ന പോലുമല്ലോ. വേറെ പണിയുണ്ട്, കാണിച്ചു തരാം. ക്രിസ്റ്റി, യു ആർ എ സ്ട്രോങ് ബോയ്. പോകരുത് അവളടുത്ത്. ക്രിസ്റ്റി, കർത്താവേ, ഡ്രസ് ഊരി. ക്രിസ്റ്റി, ഡോണ്ട് ലുക്ക് ബാക്ക്. ക്രിസ്റ്റി, പ്ലീസ് ക്രിസ്റ്റി, പോകരുത്. ക്രിസ്റ്റി. You are playing with fire. സൂസൻ, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല ക്രിസ്റ്റി. ശരി, ഓക്കെ. ക്രിസ്റ്റി, പതുക്കെ, എനിക്ക് വേദനിക്കുന്നു. പ്ലീസ് ക്രിസ്റ്റി. This is your little punishment for hiding something me. ക്രിസ്റ്റി, എന്താ ഇത്? എനിക്ക് വേദനിക്കുന്നു ക്രിസ്റ്റി. Susan, പ്ലീസ് ബി ജെന്റിൽ. I'm not going to be gentle. ക്രിസ്റ്റി, നിനക്കെന്താ പറ്റിയേ? നീ എൻ്റെ അടുത്ത് എന്തെങ്കിലും മറക്കുന്നുണ്ടോ? ഞാൻ ചോദിച്ചത് ഡേവിഡിൻ്റെ കാര്യം. എൻ്റെ അടുത്ത് പറയാത്ത എന്തെങ്കിലും മറക്കുന്നുണ്ടോ? ക്രിസ്റ്റി, പ്ലീസ്, ഞാൻ പറയട്ടെ. അത് എനിക്ക് ഒന്നും പറയണ്ട. ഹീസ് നോ മോർ. ക്രിസ്റ്റി, സോറി ക്രിസ്റ്റി. ഓ, നേരം വെളുത്തു. എൻ്റെ മേലെ നടു. എനിക്കടാ, ഒരു ചായ ഇട്ടതാടാ. എനിക്ക് എല്ലാം ചെയ്ത് വെച്ചിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലേ പട്ടി. ക്രിസ്റ്റി, എനിക്കൊരു ചായ കൊണ്ടുപോവാം പ്ലീസ്. ഗുഡ് നൈറ്റ്. നീ അങ്ങനെ പറയണ്ട. ഇങ്ങോട്ട് പഠി. എനിക്ക് സോറി, ഇന്നലെ അങ്ങനെയൊക്കെ. സാരമില്ല, മതി. ഉമ്മയൊക്കെ വെച്ചപ്പോൾ ഇന്നൊരു ബർത്ത്ഡേ പോയി ഫ്രഷ് ആകും. ഇന്ന് പാർട്ടിയുണ്ട്. ഓക്കെ ഡിയർ. At 29 and I find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set the rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really happening? I can't believe it's true. I'm just as surprised as you. Is this really happening? I can't be too sure, but one day I'll be yours again. വാവ്, ഇതൊക്കെ നീ എപ്പോഴാണ് സെറ്റാക്കിയ? അതുകൊണ്ടാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കൊള്ളാലോ. അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തു. നിനക്ക് നിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് വേണ്ടേ? സുസു, ബർത്ത്ഡേ ഗിഫ്റ്റ് ഉണ്ടോ? എവിടെ? ഉണ്ട്. നീ ടേബിളിൻ്റെ സൈഡിൽ നോക്ക്. ഇത് സുസു. എന്താടാ ക്രിസ്റ്റി, എന്താ? നീ ഹാപ്പി അല്ലേ? എന്തുപറ്റി? അല്ല, ഞാൻ ആലോചിക്കായിരുന്നു, നിന്നെ സഹിക്കുന്നതേ പാടാ. അതിനിടയിൽ ഒരു കുഞ്ഞ് വന്ന പൊട്ടി. എന്താ, ഞാനൊരു വലിയ സർപ്രൈസ് എന്നല്ലേ വിചാരിച്ചാൽ ഇങ്ങനെയാണോ കോളമാക്കി? മിണ്ടില്ലപ്പോ. സോറി. മിണ്ടണ്ട, നിന്റെ വാ അടച്ചു വയ്യൊന്ന്. സോറി എടി, ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞല്ലേ. നീ ഹാപ്പി അല്ലേ ക്രിസ്റ്റി? ഹാപ്പി അല്ലേന്നോ? ദിസ് ഇസ് മൈ ഡിയറസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ്.